finally I wanted to tell only one. Nipo Mone Dinesha. Nipo Mone Vijayan. Nipo Mone Vijayan. Your time is over. Your expiry date is over. You don't have any time to continue. Pinarayi Vijayan expiry date is over. Now UDF time is come. We are going to administer this state. We are going to develop Kerala. Thank you. Basically, I don't know Malayalam, but people have told me that Nipo Mane Pinarayi Vijayan. So it is going to happen. My point is that the time is over. He has to prepare for that. Expiry date is over for Pinarayi Vijayan. People are going to take a firm decision forthcoming election. Thank you. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. അത് ആ വനവാസത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതിപ്പോൾ ഞാൻ റിസർവ് ചെയ്ത് വെക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയാം. മറ്റു കാര്യങ്ങൾ LDF സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം നേടി LDF വിജയിക്കാനാണ് പോകുന്നത്. അതായത് 2016 നിന്ന് 2021 എത്തിയപ്പോൾ നമ്മൾ കണ്ടില്ലേ, 16-നേക്കാളും വർദ്ധിപ്പിച്ച് 21 സീറ്റ് ജനങ്ങൾ നൽകി. 21-ൽ നിന്ന് 26-ലേക്ക് എത്തുമ്പോൾ 21-നേക്കാളും സീറ്റ് വർദ്ധിപ്പിച്ച് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുമെന്നത് ഉറപ്പാണ്. കാരണം ഞങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്നാണ് നീങ്ങിയത്. ജനങ്ങൾ എല്ലാ ഘട്ടത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളെയും വിശ്വാസമാണ്, ജനങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസമാണ്. ആ ഒരു യാത്രയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ ജനങ്ങൾ പൂർണ്ണമായിട്ട് ഒപ്പമുണ്ട്. അപ്പോൾ ഒരു സംശയവും വേണ്ട, 21-ൽ ഉണ്ടായതിനേക്കാളും കൂടുതൽ സീറ്റ് LDF ഉണ്ടാകും. BJPക്ക് ഒരു സീറ്റ് പോലും ഇവിടെ കിട്ടില്ല. കേരളത്തിലൊരു സീറ്റും BJPക്ക് ലഭിക്കുമെന്ന് ധരിക്കണ്ട. അങ്ങനെ ഒരു സീറ്റ് പോലും BJPക്ക് ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടം പോലെ സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നിർത്തണ്ടേ അല്ലേ? അതിനേക്കാൾ കൂടുതൽ പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ? വൈക്കത്തെ ഒരു LDF പ്രവർത്തകൻ പാർട്ടി ഓഫീസിൽ വെച്ച സംഭവം ഒരു വലിയ വിഷയമാണ്. കർഷകനാണ് അദ്ദേഹം, CPI-കാരനാണ്. അത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ അറിയില്ല, എന്താണെന്ന് അന്വേഷിക്കുക എന്താണെന്ന്. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞാൽ കുറേ വിശദമായിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട്